അപ്പോൾ നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്ന തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചിട്ടിരുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഇത് നോക്കി, നമ്മൾ സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു കാര്യം പഠിച്ചില്ലായിരുന്നാടാ. ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന് ഒരു സെന്റർ. ഈ സർക്കിളിൽ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇതിന് കോഡ് അല്ലെങ്കിൽ ഞാണെന്ന് പറയും അല്ലേ. ഈ ഞാണ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്തായിരുന്നു? സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോണാണെന്ന് പറഞ്ഞു അല്ലേ. ഇത് എത്ര ഡിഗ്രി ആയിരുന്നു? 100 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ കാണാതെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു സാധനം അല്ലേ. സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും മേളില്, അതായത് 50 ഡിഗ്രി ആയിരിക്കും മേളില്. ഇത് നമ്മൾ സർക്കിൾസിൽ പഠിച്ചത്. ഇത് നമുക്കിത് ഇവിടെ ആവശ്യമുണ്ട്, ഇത് ശ്രദ്ധിച്ചിരുന്നു. അതായത് എന്താണോ സെൻട്രൽ ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും മേളിൽ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സർക്കിൾ, ആ സർക്കിളിന് ഒരു സെന്റർ. ആ സർക്കിളിൽ ഞാനൊരു കോഡ് വരയ്ക്കുവാണേ, ഒരു ഞാൻ വരയ്ക്കുവാണ്. ഞാൻ വരച്ചു കേട്ടല്ലോ. ഇനി ഞാനിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. എന്താണ്? PQ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഒരു സർക്കിള്, സെന്റർ, ഞാൻ അല്ലെങ്കിൽ കോഡ് വരച്ചു. എന്നിട്ട് ഈ ഞാനിൻ്റെ അല്ലെങ്കിൽ ഈ കോഡിൻ്റെ രണ്ടറ്റത്തു കൂടി ഒരു ടാൻജന്റ് വരയ്ക്കുവാണ്. ഇത് ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ വരച്ചു, ഒരു ടാൻജന്റ് ഇങ്ങനെ, മറ്റൊരു ടാൻജന്റ് ഇങ്ങനെ. ഞാൻ 2 ടാൻജന്റ് വരച്ചല്ലോ, 2 ടാൻജന്റ് വരച്ചു. അപ്പോൾ ഇവിടെ ഈ കോഡും ഞാനും ഈ ടാൻജന്റുകളുമായിട്ട് നോക്കി, ഈ കോഡും അല്ലെങ്കിൽ ഞാനും ഈ ടാൻജന്റുമായിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ല, ഇത് ഈ ആംഗിള്. അതുപോലെ ഈ കോഡ് ഈ ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഇല്ലേ, ഇത് ഈ ആംഗിള്. ഈ 2 ആംഗിളില്ലേ, ഈ 2 ആംഗിളും സെയിം ആയിരിക്കും. ഈ 2 ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് 50 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രി, ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് 70 ഡിഗ്രി. കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, അത് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കോഡ് ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കൂലേ, അതിന്റെ പകുതിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി. കേട്ടല്ലോ. അതായത് സെൻട്രൽ ആംഗിൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്ന 2 ആംഗിളുകളും. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, സെൻട്രൽ ആംഗിൾ ഇവിടെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി തന്നെയാണ്? 50 ഡിഗ്രി തന്നെയാണ്. അപ്പൊ മൊത്തം ഈക്വൽ ആയിട്ട് എത്ര ആംഗിൾസ് ഉണ്ട്? 1 1 1. മൊത്തം ഈക്വൽ ആയിട്ട് 3 ആംഗിളുകൾ ഉണ്ടാവും. ഇതേ ശ്രദ്ധിച്ചോ. വേറൊരെണ്ണം പറഞ്ഞു തന്നെ. ഇതേ നോക്കിയേ, ഏതൊക്കെ ആംഗിൾ സെയിം ആണെന്ന് പറയണേ. ഇതേ സെന്റർ, ഞാനൊരു കോഡ് ഇത് ഇങ്ങനെ വരച്ചു കേട്ടോടാ, ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കോഡിന്റെ 2 അറ്റത്ത് കൂടിയാണ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെ വരച്ചു, ഒരെണ്ണം ഇങ്ങനെ വരച്ചു. ടാൻജന്റ് ആണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു. അപ്പൊ 2 ടാൻജന്റുകൾ വരച്ചു, 2 തൊടുവരകൾ വരച്ചു. ഇവിടുത്തെ ഏതൊക്കെ ആംഗിൾ ആയിരിക്കും സെയിം എന്നാ പറഞ്ഞത്? ഇതേ നോക്കിയേ, ഈ കോഡിന്റെ അറ്റവും ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളും, പിന്നെ ഏതാണ്? ഈ കോഡും ഈ ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് എന്തായിരിക്കും എന്നാ പറഞ്ഞത്? സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും. ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി തന്നെയല്ലേ മേളിൽ വരുന്ന ഈ ആംഗിളും. അപ്പോൾ ഏതൊക്കെ ആംഗിൾ സെയിം ആണ്? ഇതും 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 സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു 60 ഡിഗ്രി ആണെന്നിരിക്കട്ടെ, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. ഇത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ക്ലിയർ ആയോടാ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരെണ്ണോടി പറയണോ? ശ്രദ്ധിച്ചു, ഒരു കുഴപ്പമില്ല. ഒരു സർക്കിളിൽ ഇതേ ഒരു കോഡ് വരയ്ക്കുകയാണ്. അത് ഇങ്ങോട്ടൊരു കോഡ് വരയ്ക്കാം. കോഡ് വരച്ചു. ഈ കോഡിന്റെ 2 അറ്റത്ത് കൂടി നമ്മൾ 2 ടാൻജന്റുകൾ വരയ്ക്കുവാണ്. ഏതൊക്കെ ആംഗിൾ സെയിം ആയിരിക്കും? ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇതെന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും. ഇപ്പൊ സെൻട്രൽ ആംഗിൾ സി എന്ന് പറഞ്ഞു. സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണ സി ഇവിടെ എത്രയായിരിക്കും? C/2. ഇവിടെ എത്രയായിരിക്കും? C/2. എടാ, അത് തന്നെയല്ലേ ഇവിടെ വരുന്ന ആംഗിളും, അത് തന്നെയല്ലേ ഇവിടെ വരുന്ന ആംഗിളും, അത് തന്നെയല്ലേ ഇവിടെ വരുന്ന ആംഗിളും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു കോഡിന്റെ 2 അറ്റത്തുകൂടി 2 ടാൻജന്റുകൾ വരച്ചാൽ അവിടെ ഉണ്ടാകുന്ന 2 ആംഗിളുകളും സെയിം ആയിരിക്കും. അത് തന്നെയായിരിക്കും തൊട്ടുമേളിൽ ഉണ്ടാക്കുന്ന ആംഗിളും. ഇത് ശ്രദ്ധിച്ചേ, ഇവിടെ പറയാം. കോഡിന്റെ 2 അറ്റത്ത് കൂടി ടാൻജന്റ് വരച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന 2 ആംഗിളുകളും ഈ കോഡ് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു.
അപ്പൊ ശ്രദ്ധിച്ചോടാ, ഇതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. 2 എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചു. നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര, ഈ ആംഗിൾ എത്ര, ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, 120 ഇവിടെ ആയതുകൊണ്ട് ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കുന്ന ഈ 2 ആംഗിളുകളും സെയിം ആയിരിക്കും. അതും എന്ത് തന്നെ ആയിരിക്കും? ഈ 120ന്റെ പകുതി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. എത്രയാണ്? മേളിൽ 60, ഇവിടെയും 60. കേട്ടല്ലോ? അപ്പൊ ഈ 2 ആംഗിളുകളും ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ആംഗിളുകളും സെയിം ആയിരിക്കും. അപ്പൊ എഴുതിക്കോളണം. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇവിടെ കുറേ ടാൻജന്റുകളും കുറേ ആംഗിളുകളും വരച്ചിട്ടുണ്ട്. ഇത് ടാൻജന്റ് ആണ്, ഇത് ടാൻജന്റ് ആണ്, ഇത് ടാൻജന്റ് ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഈക്വൽ ആംഗിൾസ് എടുത്തെഴുതാനാണ്. ഈക്വൽ ആംഗിൾസ് എടുത്തെഴുതാനാണ്. ഈക്വൽ ആംഗിൾസ് എടുത്തെഴുതാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെ എഴുതും? ഇവിടുത്തെ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ തുല്യ കോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇവിടുത്തെ ഈക്വൽ ആംഗിൾസ് അല്ലെങ്കിൽ തുല്യ കോണുകൾ ഏതൊക്കെയാണ്? ഞാൻ ആദ്യം ഒരു കോഡ് എടുക്കുവാണ്. ഈ കോഡ് എടുക്കുവാണ്. ഇത് ശ്രദ്ധിച്ചേ, നോക്കി. ഈ കോഡിന്റെ 2 അറ്റത്ത് വരുന്ന ടാൻജന്റുകളാണ് ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും, അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എടാ ഇത് തന്നെയല്ലേ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും? നോക്കിയേ, ഇതിന്റെ പകുതി ആയിരിക്കല്ലേ ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ഉണ്ടാകുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന കോഡിന്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത്. അത് തന്നെയായിരിക്കും ഇവിടെ 2 വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും സെയിം, അല്ലേ? അപ്പൊ അതിന്റെ പേരെങ്ങനെ എഴുതാം? CBE. ഏതൊക്കെ ആംഗിളാണ്? ആംഗിൾ CBEയും പിന്നെ ഈ ആംഗിളിന്റെ പേര് എങ്ങനെ പറയും? BEDയും. ആംഗിൾ BEDയും. പിന്നെ ഏതാണ്? പിന്നെ ഇതിന്റെ പേര് എങ്ങനെ പറയും? BHEയും. ഏതാണ്? BHEയും ഈക്വൽ ആയിരിക്കും. ഇത് ഒരു സെറ്റ്. ഇനി വേറെ സെറ്റ് പറയാം. ശ്രദ്ധിച്ചേ, വേറെ സെറ്റ് പറഞ്ഞാൽ ഞാൻ ഈ കോഡ് എടുക്കുവാണ്. ഈ കോഡ് കേട്ടാ, ഈ കോഡ് കൺസിഡർ ചെയ്താൽ ഈ കോഡിന്റെ 2 അറ്റത്ത് വരുന്ന ടാൻജന്റുകളാണ് ഒന്നിതും ഒന്നിതും. ഈ കോഡാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ കോഡ് ഞാനൊന്നൊരു കട്ടിക്ക് വരയ്ക്കാം. കേട്ടല്ലോ? അപ്പൊ നമ്മൾ ബാക്കിയുള്ളതെല്ലാം വിട്ടുകളാ. എന്നിട്ട് ഇത് മാത്രം ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇവിടെ വരയ്ക്കാൻ. ഞാൻ ഇപ്പൊ ആ ഫിഗർ കിടക്കുന്നത് ഇങ്ങനെയാണ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ 2 അറ്റത്തുള്ള ടാൻജന്റുകളാണിത്. ഇവിടെ ഏതൊക്കെ ആംഗിൾ സെയിം ആയിരിക്കും? ഇതും സെയിം ആയിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെ ആംഗിൾ എഴുതാം? ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പൊ ഇതിന്റെ 2 പേര് കൊടുക്കാം, അല്ലേ? ഇതിനും 2 പേര് കൊടുക്കാം. ഇനി ഇത് 2 ഈക്വൽ ആയിട്ടുള്ള വേറൊരു ആംഗിൾ കൂടിയുണ്ട്. ഏതാണ്? ഇവിടുത്തെ സെന്റർ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ. അതായത് ഇത് 2 ഇതിനോട് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 2 ഏതിനോട് സെയിം ആയിരിക്കും? ഇവിടുത്തെ ഈ ആംഗിളിനോട് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെയും 2 കൊടുക്കാമല്ലോ. അപ്പൊ അതിന്റെ പേരൊക്കെ എങ്ങനെ കൊടുക്കും? പറഞ്ഞേ, ഓരോന്നിന്റെ പേര് പറയാം. GHE. ആദ്യം GHE. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആംഗിൾ GHE ഈക്വൽ ടു അടുത്ത ഈ 2 ഇതിന്റെ പേരെന്ത് പറയും? FEH. ആംഗിൾ FEH ഈക്വൽ ടു ഇതിന്റെ കൂടി പേര് പറയണം, HBE. ആംഗിൾ HBE. ഇത്രേ ഉള്ളൂ. ഇപ്പൊ 2ാമത്തെ സെറ്റ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇനി ഒരു കോഡ് ഇവിടെ കിടപ്പുണ്ട്. ഈ കോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി വരയ്ക്കുന്നത്. ഈ കോഡ് കൺസിഡർ ചെയ്തേ നിങ്ങൾ. ഈ കോഡ് കൺസിഡർ ചെയ്തേ. അതിന്റെ 2 അറ്റത്ത് വരുന്ന ടാൻജന്റുകൾ ഇത് 2 വേണമെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് വരയ്ക്കാം. ശ്രദ്ധിച്ചോ, ഈ കോഡാണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്, അല്ലേ? ഇതിന്റെ ഏതൊക്കെ ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞത്? ഇവിടെയുള്ള ഈ ടാൻജന്റും ഇവിടെയുള്ള ഈ ടാൻജന്റിന്റെയും ഈ 2 ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഏതൊക്കെയാണ്? ഇത് 3 നമ്പർ കൊടുക്കുക, അല്ലേ? അപ്പൊ ഇത് എത്രയാണ്? 3. ഇതെന്തിനോടായിരിക്കും ഈക്വല്? ഇവിടെ എന്താണോ സെൻട്രൽ ആംഗിൾ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ഇത്. അപ്പൊ ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. എല്ലാം കിട്ടിയില്ലേ? അപ്പൊ അതിന്റെ പേര് എഴുതാം. 3. ഈ ആംഗിൾ എങ്ങനെ പറയും? ABH. ആംഗിൾ ABH. ABH.
ക്ലിയർ ആയില്ലേ? അടുത്ത ആംഗിളിന്റെ പേര് എങ്ങനെ പറയും? ഇതാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇവിടുന്ന് പറയാം അല്ലേ, IHB. അപ്പൊ ആംഗിൾ IHB ഈക്വൽ ടു, അടുത്തത് ഇത് പറയണം. ഇതെങ്ങനെ പറയാം? ഇതല്ല ഈ ആംഗിള്, എങ്ങനെ പറയാം? BEH, ആംഗിൾ BEH. അപ്പോൾ ഇതാണ് ആ ഈക്വൽ പെയർ ഓഫ് ആംഗിൾസ്. എളുപ്പമല്ലേടാ? എളുപ്പമല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് ഈക്വൽ പെയർ ഓഫ് ആംഗിൾസ് എഴുതാൻ ചോദിക്കാം. പഠിപ്പിക്കുന്ന ആ സെഷൻ മനസ്സിലായല്ലോ. ഒരു കോഡിന്റെ രണ്ടറ്റത്ത് വരുന്ന ആംഗിളുകളും മേളിൽ വരുന്ന ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എളുപ്പമല്ലേ? അപ്പോൾ ഇനി അടുത്ത ഒരു പാർട്ടുമായിട്ട് കാണാം.